വെച്ച സാധനം ആരെങ്കിലുണ്ടോ? സെറ്റ് 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 സെറ്റ്. ഹായ് ഫ്രണ്ട്സ്, ചക്കമാരി എല്ലാവർക്കും വില്ലേജ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സാധനം. അപ്പോൾ ചങ്ങന്മാരെ ഞാൻ നമ്മുടെ ചെക്കന്മാരും കൂടി നമ്മുടെ വെട്ട് ചൂണ്ട, അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിങ് നെറ്റ്, ഇത് രണ്ടും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഉൾപ്രങ്ങട നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള പോയാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് മാലാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതിൻ്റെ ലാർജ് സൈസും സ്മോളും മീഡിയം ഒക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ അൾട്രാ സ്മോള്, സ്മോള്, മീഡിയം, ലാർജ് പറഞ്ഞാണ്ട് 4 കന്നി വലിപ്പത്തിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ അൻസാറും ഇവിടെ അങ്ങനെ ചൂണ്ടിടുന്നുണ്ട്. 50 അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് നമുക്ക് എറിയാൻ നമ്മുടെ മറ്റേ ഏറി കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിന് നമ്മൾ സ്പ്രിങ്ങിൽ എന്താക്കുക, കുറച്ച് ലൂസാക്കിയിട്ട് ഇവിടെ മൈദ ആക്കിയിട്ടുണ്ട്. സ്പ്രിങ്ങിൽ എന്താക്കുക, ജസ്റ്റ് നമ്മൾ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് മതി, പിന്നെ ഓവർ ടൈറ്റ് ഉണ്ടാവരുത് കേട്ടോ. മൈദ മീനിങ്ങനെ കൊത്തി കൊത്തി കളിക്കാൻ പറ്റണം. അതിൽ നമ്മൾ എന്താക്കുക, ഇതെടുത്തിട്ട് നമ്മുടെ വലയിൽ മൊത്തത്തിൽ കൂടി നിൽക്കുന്ന രീതിയിലാവരുത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരേ റൗണ്ടിൽ തന്നെ ഇടണമെന്നില്ല. ഒരേ റൗണ്ടിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി ലൂസാക്കുക. ഏത് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. നാലാനും ഇവിടെ ഇങ്ങനെ മറിയുന്നുണ്ട്. നമ്മളെ അനുസാരം അവിടെ ചൂണ്ടിടുന്നുണ്ട്. അവിടെ മൊത്തത്തിൽ ഈ ഏരിയയിൽ മൊത്തത്തിൽ മൈദ കലങ്ങുന്നതുകൊണ്ട് മീൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കയറ് ജസ്റ്റ് ഒന്ന് ഇടുക. ജ്യൂസിനിട്ടിട്ട് ജസ്റ്റ് നമ്മുടെ സ്പ്രിങ് ഈ റബ്ബറും ഒന്ന് പിടിച്ച് വയ്ക്കുക. അവിടെ ഒരു മീൻ ഇതെന്താക്കുക, ഒറ്റ മിനിറ്റ് അൻസാറോ ഇതല്ല. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ട്. ഇതായത് ഇങ്ങനെ കുറച്ച് ലോങ് നിൽക്കാണ്ട് ഇറങ്ങിയിട്ടാൽ മതി. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ എന്താക്കാണ്ട് ഞാനങ്ങനെ പോണ വരെ എനിക്ക് കിട്ടിയില്ലേന്ന് പറഞ്ഞില്ല. കറക്റ്റ് ആ ടൈമിങ്ങിലാണ് അടിക്കുന്നത്. നല്ല സൈസ് മാലാനാണ് കേട്ടോ ഫുള്ള് നമുക്ക് അടിക്കുന്നത്. ഏതായാലും ഇനി ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം. സെറ്റിലൊക്കെ കിട്ടുമോ നോക്കാമല്ലോ. വരേട്ടാ, നിങ്ങളെ പിടിച്ചും കൂടി കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞില്ലേ. വീഡിയോ എടുക്കണ്ട കേട്ടാ, കുഴപ്പമില്ലല്ലോ. നമ്മള് ഒരു ചെമ്പട്ടിൻ്റെ പരിപാടിയാണ്, മാലാൻ പിടിക്കാനുണ്ട്. ഏട്ടനാടോ ഇവിടെ തന്നെ നമ്മളൊരു കട ഉണ്ട് കേട്ടോ അവിടെ വലിപ്പുറത്ത്. പോരുണ്ട് ചെറുതാ. കുറച്ചാണ്ട് ആക്കിയിട്ടോളി. ഓനവിടെ ചൂണ്ടിടുന്നുണ്ട്. ഓനവിടെ ചൂണ്ടിടുന്നുണ്ട്. കുറച്ചപ്പുറത്തേക്ക് ആക്കിയിട്ടോളി വരെ. ഇതാണ് അതിൻ്റെ ഇടയിൽ നല്ലൊരു സാധനം കയറി മക്കളെ. ഫസ്റ്റത്തെ മീനാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. സാധനത്തിൻ്റെ സൈസ് നോക്കി. ഏയ് വാ നിൽക്കട എടുക്ക. ഇതെന്താ നേരത്തെ വെച്ച സാധനം ആരെങ്കിലുണ്ടോ? കാര്യമായിട്ടില്ലല്ലേ. ഇപ്പോൾ ഇതൊക്കെ കണ്ടേ നമ്മുടെ അൻസാറുവിന് കുറച്ച് നേരത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് അടിച്ചായിരുന്നില്ല. നല്ല കറക്റ്റ് ഉക്കപ്പാട്ടോ. ചുണ്ട് നോക്കി കയറി ഉടനെ വീഡിയോ ചെയ്താൽ അടാ അതിമേൽ എന്താന്ന് നല്ലൊരു എടുക്കല. അത് പൊക്കി വയ്ക്കുക.
ഒന്നെങ്കിലും മീൻ പോയിണ്ടാവും. ഉണ്ടോ? ആ അടിപൊളിയടാ. സെറ്റ് 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 സെറ്റ്. വാ അടിച്ചടാ. ഇതാകുമ്പോൾ അവിടെ ചൂണ്ടായിട്ട് എടുക്കുമ്പോഴേ ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് വെച്ചത് തന്നെ. നമ്മുടെ ലാർജ് സൈസാണ് കേട്ടോ വല. അവിടെ ഇതിന് ചത്തേനെന്നൊന്നും പറയില്ലിട്ട് നിങ്ങൾ, ചത്തേനെ പിടിച്ചിട്ടതാണെന്നൊന്നും. പൊന്ത അടക്കെടുത്തിട്ട് ഇത് രണ്ട് ചൂണ്ട ഇട്ട് വെച്ച്. ഇനി ഒന്ന് ഫ്ലോട്ട് പോലും ഒന്നല്ലാതെ. ഇത് മാലാന്ന് എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ മുമ്പ് കൂടെ ഇങ്ങനെ കണ്ട് ഊരിയൊക്കെ ആണെങ്കിൽ സാധനം ഉണ്ടാവും. നമുക്ക് മര്യാദയ്ക്ക് കണ്ട് പോരും. നമുക്ക് വല പിന്നെയും യൂസ് ചെയ്യാം. കേട്ടോ, കീറൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഇതൊക്കെ സൈസാണ്ടല്ലേ. ഈ റേഞ്ചിലുള്ള സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട്. വേണ്ട, ഒരു കൈപ്പത്തിനേക്കാളും വലുപ്പമുള്ളതാണ് കേട്ടോ. ബോട്ടൊക്കെ ചെയ്തേനെ അറിഞ്ഞില്ലേ.